ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മധുരസേവ. മധുരസേവ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചായക്കടയിൽ നിന്ന് ഇഷ്ടംപോലെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണത്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മധുരസേവ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 3 കപ്പ് ബേസൻ, അതായത് കടലപ്പൊടി. ഇത് അരിച്ചാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതാണ് 1 കപ്പ് അരിപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോണം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴക്കണം. ആ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഞാൻ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഈ പാനിലോട്ട് ഇനിയും സേവ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കനോള ഓയിലാണ്. ഇതാണ് നമ്മുടെ സേവനാഴി. ഇനി ഈ സേവനാഴിയിലേക്ക് നമുക്ക് വലിയ ഹോളുള്ള അച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന ആട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സേവ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി. ഇനി മധുരസേവയ്ക്കുള്ള സേവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ ഇരിക്കാനായി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് വേകാൻ അധികം സമയമൊന്നും വേണ്ട. 3-4 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഒരു സൈഡ് 2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സേവ് റെഡിയായി. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് കോരാം. ഇതേ പ്രോസസ്സിൽ തന്നെ മധുരസേവയ്ക്കുള്ള മുഴുവൻ സേവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സേവെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ഇത് നമുക്ക് പഞ്ചസാര പാവ് കാച്ചി അതിനകത്തിട്ട് ഇളക്കിയെടുക്കണം. ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇതോണം മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിരൽ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒടിഞ്ഞു കിട്ടിക്കോളും. ഞാൻ വിരൽ കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്തപ്പോഴത്തേക്കും എല്ലാ കഷ്ണങ്ങളും ചെറുതായി മുറിഞ്ഞു കിട്ടി. ഇനി ഈ ചീഞ്ചട്ടിയിൽ നമുക്ക് പഞ്ചസാര പാവ് കാച്ചാം. അതിനായി ഞാൻ ഇട്ട് കൊടുത്താണ് 1 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് 1 നൂല് പരുവത്തിന് കുറുക്കിയെടുക്കാം. ഞാൻ നമ്മുടെ പഞ്ചസാര പാവ് കാച്ചിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് സേവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എനിക്ക് സേവ് അധികമായ കാരണം ഇതോടെ 2-3 തവണകളായിട്ട് പഞ്ചസാര പാനിയിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇത് ഇളക്കിയെടുക്കാൻ നേരത്ത് തീ ഏറ്റവും ലോയിൽ വച്ചിട്ട് ഇതോണം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
നമ്മുടെ ഒരു ട്രിപ്പ് മധുരസേവ റെഡിയായി. ബാക്കിയുള്ള മധുരസേവയും ഇതോണം തന്നെ പഞ്ചസാര പാവ് കാച്ചി അതിനകത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മുടെ മധുരസേവ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നല്ല രുചിയുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുള്ളവർ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കൂട്ടി അതിനകത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾ എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. If you haven't subscribed my channel yet, please subscribe my channel and thank you for watching. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.